നമസ്കാരം, ടേക്കി ക്വിസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇവിടുത്തെ കോട്ട് കണ്ടല്ലോ, ബിലീവ് യു ക്യാൻ ആൻഡ് യു ആർ ഹാഫ് വേ ദർ. അപ്പം നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമുണ്ടെങ്കിൽ, ഞാൻ ഈ ജോലി നേടിയിരിക്കുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ പകുതി ദൂരം താണ്ടി എന്നാണ് പറയുന്നത്. അപ്പം സ്വന്തമായിട്ട് വിശ്വാസം ഉണ്ടാവുക, നമുക്കിത് കിട്ടും എന്ന് വിചാരിച്ചിട്ട് പഠിക്കുക. ഒട്ടും നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത്, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. അധികം ദിവസങ്ങളിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ASM എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ള 15 ഡേയ്സ് സ്റ്റഡി പ്ലാനിൻ്റെ ക്ലാസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ എന്നാണ്. അതിന് മുമ്പ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി മലയാളം, ഇംഗ്ലീഷ്, മാത്സ് PYQs ഇടുന്നുണ്ട്. രാവിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടും, അതിൻ്റെ ആൻസർ വൈകുന്നേരം ഇടുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഈ ക്ലാസ്സിൻ്റെ PDF-ഉം ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് മനുഷ്യാവകാശങ്ങൾ എന്താണെന്ന് നോക്കാം. മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് 1948 ഡിസംബർ 10-നാണ്. ഇതൊക്കെ SCERTയിലുള്ള ഫാക്റ്റാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10-നാണ്. ഇതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങളാണിത്. ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം എന്നിവ. അപ്പോൾ മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് 1948 ഡിസംബർ 10-നാണ്. അപ്പോൾ വർഷവും ഡേറ്റും ഓർത്ത് വയ്ക്കുക. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 ഡിസംബർ 10. ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങൾ: ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. അടുത്തത്, മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ട പ്രധാന കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പം നമുക്കിനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ചിലപ്പോൾ PSC ചോദിക്കാം NHRCയുടെ നിലവിലെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ ആരും ഡൗട്ട് അടിക്കരുത്. അപ്പോൾ NHRCയുടെ ഷോർട്ട് ഫോമൊക്കെ ചോദിക്കാം, PSC കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ NHRC, SHRC എന്നൊക്കെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണെന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയാം. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12-നാണ്. അപ്പോൾ ഒക്ടോബർ 12-നാണ് 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. അപ്പോൾ ഒക്ടോബർ 12 ഓർത്ത് വയ്ക്കാൻ ഈസി ആയിരിക്കും, കാരണം വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമായിരിക്കുന്നത് ഒക്ടോബർ 12-നാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സ്ഥാപിതമായത് ഒക്ടോബർ 12-നാണ്. വർഷം 1993. 1993 സെപ്റ്റംബർ 28-ന് നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരമാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കും. ഇപ്പോൾ റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആവർത്തിച്ച് വന്നിരുന്നു. അപ്പോൾ 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. അപ്പോൾ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇത് സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12-നാണ്. 1993 സെപ്റ്റംബർ 28-ന് നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരമാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്താണെന്ന് നോക്കാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോകസഭയിൽ പാസാക്കിയത് 1993 ഡിസംബർ 18-നാണ്. രാജ്യസഭയിൽ പാസാക്കിയത് 1993 ഡിസംബർ 22-നും പ്രസിഡന്റ് ഒപ്പുവെച്ചത് 1994 ജനുവരി 8-നുമാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് 1994 ജനുവരി 10-ന്.
അപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്ത് ഇതൊരു നിയമമായിട്ടുണ്ടായിരുന്നില്ല. മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് ആയിരുന്നു. 1993 ഒക്ടോബർ 12 മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. അന്നത് നിയമമായിട്ടുണ്ടായിരുന്നില്ല. അന്നത് ആ ഓർഡിനൻസ് പ്രകാരമാണ് 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരമാണ് ഇത് രൂപം കൊള്ളുന്നത്. പക്ഷേ ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ ബേസിസിലാണ്. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോകസഭയിൽ പാസ്സാക്കിയത് 1993 ഡിസംബർ 18 രാജ്യസഭയിൽ പാസ്സാക്കിയത് 1993 ഡിസംബർ 22 പ്രസിഡന്റ് ഒപ്പുവെച്ചത് 1994 ജനുവരി 8 മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് 1994 ജനുവരി 10 ഇനി അടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മാനവ് അധികാർ ഭവനാണ്. മുൻപ് ഇത് സർദാർ പട്ടേൽ ഭവൻ എന്നും അറിയപ്പെട്ടിരുന്നു. ഇത് ന്യൂഡൽഹിയിലാണുള്ളത്. ചോദിക്കാൻ സാധ്യതയുണ്ട് മാനവ അധികാറിൽ പ്രവർത്തിക്കുന്ന കമ്മീഷൻ ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് മാനവ് അധികാർ ഭവൻ അഥവാ സർദാർ പട്ടേൽ ഭവൻ എന്നൊക്കെ ചോദിക്കാം. ന്യൂഡൽഹിയിലാണ് ഇതുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവ ഭവന്തു സുഖിന, എല്ലാവരും സന്തോഷത്തിലായിരിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സർവ ഭവന്തു സുഖിന എന്നത് ഏത് കമ്മീഷന്റെ ആപ്തവാക്യമാണെന്ന് ചോദിക്കാം. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ് സർവ ഭവന്തു സുഖിന. മനുഷ്യാവകാശ നിയമത്തിന് 8 അധ്യായങ്ങളും 43 വകുപ്പുകളും ആണുള്ളത്. അതിൽ 40A 40B ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ 45 വകുപ്പുകളുണ്ട്. മനുഷ്യാവകാശ നിയമത്തിന് 8 അധ്യായങ്ങളും 43 വകുപ്പുകളും ആണുള്ളത്. അപ്പോൾ 8 അധ്യായങ്ങളും 43 വകുപ്പുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. അധ്യായം 1 പ്രാരംഭികം, വകുപ്പ് 1, 2 ഇതിനെപ്പറ്റി പറയുന്നത്. അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. വകുപ്പ് 3 മുതൽ 11 വരെ. അധ്യായം 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളും ഒക്കെ പറ്റി പറയുന്നു. അത് വകുപ്പ് 12 മുതൽ 16 വരെ. അധ്യായം 4 നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നു. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടിക്രമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് വകുപ്പ് 17 മുതൽ 20 വരെ. അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. അതിൽ വകുപ്പ് 21 മുതൽ 29 വരെയാണ്. അധ്യായം 6 മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പറയുന്നു. അധ്യായം 7 അത് വകുപ്പ് 30 31 ഫിനാൻസ് അക്കൗണ്ടുകൾ ഓഡിറ്റ് വകുപ്പ് 32 35. അധ്യായം 8 പലവക വകുപ്പ് 36 മുതൽ 43 വരെ പലവക കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് 3 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ചതെന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 3 അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ചത് എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളാണ് ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളുമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് നിബന്ധനയുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ പറ്റി നോക്കാം നമുക്ക്. ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളുമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷന്റെ ചെയർപേഴ്സൺ. മറ്റംഗങ്ങൾ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി മുൻ ജഡ്ജിയായ ഒരംഗം, ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി മുൻ ചീഫ് ജഡ്ജിയായ ഒരംഗം. മറ്റംഗങ്ങൾ പറഞ്ഞാൽ 5 അംഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. ആ 5 അംഗങ്ങളിലത്തെ ഒരാൾ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി മുൻ ജഡ്ജിയായ ഒരംഗം, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി മുൻ ചീഫ് ജഡ്ജിയായ ഒരംഗം. പിന്നെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങൾ. ഇതിൽ ഒരാൾ വനിതയായിരിക്കണം എന്ന് നിബന്ധനയുണ്ട്. അപ്പോൾ 5 അംഗങ്ങളിൽ ഒരാൾ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി മുൻ ജഡ്ജിയായ ഒരു അംഗമായിരിക്കണം. പിന്നെ ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി, ഹൈക്കോടതി മുൻ ചീഫ് ജഡ്ജിയായ ഒരു അംഗമായിരിക്കണം. മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങളാണ്. ഇതിൽ ഒരാൾ വനിതയായിരിക്കണം. നിലവിലെ 3 അംഗങ്ങൾ ശ്രീമതി വിജയഭാരതി സയാനി, ഡോക്ടർ ജ്ഞാനേശ്വർ മനോഹർ മുലെ, ശ്രീ രാജീവ് ജെയിൻ എന്നിവരാണ് നിലവിലെ 3 അംഗങ്ങളായിട്ടുള്ളത്. അപ്പോൾ ശ്രീമതി വിജയഭാരതി സയാനി, ഡോക്ടർ ജ്ഞാനേശ്വർ മനോഹർ മുലെ, ശ്രീ രാജീവ് ജെയിൻ എന്നിവരാണ് നിലവിലെ മനുഷ്യാവകാശ കമ്മീഷനിലുള്ള 3 അംഗങ്ങൾ. പിന്നെ ഇതുകൂടാതെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും മനുഷ്യാവകാശ കമ്മീഷനിലുണ്ട്.
അവർ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാനാണ്. ഒന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, അടുത്ത ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, 4 ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, 5 ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, 6 ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, 7 ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ. അങ്ങനെ 7 പേര്, അതായത് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ടുള്ളത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ചെയർമാനായിരിക്കണം ഒരാൾ. പിന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇതിൽ അംഗമായിരിക്കണം. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ അംഗമായിരിക്കണം. അത് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സണും ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, പോലെ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ. 2019 ഭേദഗതിയിലൂടെയാണ് അംഗങ്ങളുടെ എണ്ണത്തിലും യോഗ്യതകളിലും പ്രകടമായ മാറ്റങ്ങൾ വരുത്തിയത്. അപ്പോൾ ഇത്രയും അംഗങ്ങളാണ് ഇതിലുള്ളത്. ഒന്നും കൂടി പറയാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 1 ചെയർപേഴ്സൺ, പിന്നെ 5 സ്ഥിരാംഗങ്ങൾ. ചെയർപേഴ്സൺ അടക്കം 6 അംഗങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. അതിലത്തെ 1 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. പിന്നെ മറ്റംഗങ്ങൾ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി മുൻ ജഡ്ജിയായ ഒരംഗം, അടുത്ത ഒരാൾ ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി മുൻ ചീഫ് ജഡ്ജിയായ ഒരംഗം, മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങൾ. ഇതിൽ ഒരാൾ വനിതയായിരിക്കണം. പിന്നെ നിലവിലെ 3 അംഗങ്ങൾ ശ്രീമതി വിജയഭാരതി സയാനി, ഡോക്ടർ ജ്ഞാനേശ്വർ മനോഹർ മുലെ, ശ്രീ രാജീവ് ജെയിൻ എന്നിവരാണ് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിവോ പ്രായോഗിക പരിചയമുള്ള വ്യക്തികളിൽ നിന്നുള്ള 3 അംഗങ്ങൾ. ഇപ്പോൾ നിലവിലുള്ള മനുഷ്യാവകാശ കമ്മീഷനിലുള്ള 3 അംഗങ്ങളാണിത്. ഇത് എക്സാമിന് ചോദിക്കാൻ ചിലപ്പോൾ ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഈ കമ്മീഷനിലെ അംഗമായിരിക്കും. അവരാരൊക്കെയെന്ന് നോക്കിയാൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ, പിന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ. അങ്ങനെ 7 അംഗങ്ങൾ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് മനുഷ്യാവകാശ കമ്മീഷനിലുണ്ട്. അപ്പോൾ 2019 ഭേദഗതിയിലൂടെയാണ് അംഗങ്ങളുടെ എണ്ണത്തിലും യോഗ്യതകളിലും പ്രകടമായ മാറ്റങ്ങൾ വരുത്തിയത്. അപ്പോൾ ഇത്രയും അംഗങ്ങൾ മുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2019 ഭേദഗതി വന്നപ്പോഴാണ് അംഗങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അത് ഭേദഗതിയുടെ ഭാഗം വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ. അപ്പോൾ മറ്റ് കമ്മീഷനിലെ പോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ തിരഞ്ഞെടുക്കാനും ഒരു സമിതിയുണ്ട്. ആ സമിതിയിലെ അംഗങ്ങളാണ് പ്രധാനമന്ത്രി ആ സമിതിയുടെ ചെയർമാനാണ്. പിന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, അതുപോലെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. ഒരു 6 അംഗ സമിതിയാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനാണ്. പിന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ എന്നിവരാണ് ഈ സമിതിയിലെ അംഗങ്ങൾ. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയാവണം അധ്യക്ഷൻ എന്ന നിഷ്കർഷയുള്ള സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ ഈ സമിതിയിലെ അംഗങ്ങൾ ഇന്ന ആൾക്ക് യോഗ്യതയുണ്ട് പറഞ്ഞിട്ട് പേര് സജസ്റ്റ് ചെയ്യും. അപ്പോൾ അവരെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്, അവരെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. മനുഷ്യാവകാശ നിയമത്തിലെ വകുപ്പ് 5(2) പ്രകാരം ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ. അപ്പോൾ പെരുമാറ്റ ദൂഷ്യം, കഴിവില്ലായ്മ എന്നിങ്ങനെയൊക്കെ കാരണങ്ങൾ ഒക്കെ കണ്ടെത്തിയാൽ നമുക്ക് അംഗങ്ങളെയും ഒക്കെ നീക്കം ചെയ്യാം. അതിന് സുപ്രീം കോടതിയുടെ ഉത്തരവ് കൂടി വേണം രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാനായിട്ട്. തൻ്റെ ഇഷ്ടത്തിന് നീക്കം ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൊടുത്ത് അവിടുന്ന് ഓർഡർ കിട്ടിയാൽ മാത്രമേ രാഷ്ട്രപതിക്ക് അംഗങ്ങളെ നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ചെയർപേഴ്സണും മറ്റ് അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളുടെയും ഉദ്യോഗ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 2019 ഭേദഗതിക്ക് മുമ്പ് ഇത് 5 വർഷമായിരുന്നു. അപ്പോൾ 2019 മുമ്പ് 5 വർഷം 70 വയസ്സ് എന്നുള്ളത് ഇപ്പോൾ 3 വർഷം 70 വയസ്സാക്കിയിരിക്കുകയാണ്. ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും ഉദ്യോഗ കാലാവധിയുമായി ബന്ധപ്പെട്ട വകുപ്പ് 6 ഇവരുടെ കാലാവധിയെക്കുറിച്ച് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും കാലാവധിയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 6.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി അവസാനിക്കുമ്പോൾ അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പദവികളൊന്നും വഹിക്കാൻ അർഹരല്ല. അപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ളവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദവി വഹിക്കാനുള്ള അർഹതയില്ല എന്നാണ് പറയുന്നത്. അവർക്ക് വേറെ ഒരു വകുപ്പിലും പിന്നെ കിട്ടില്ല. ഇതിൽ പുനർനിയമനത്തിനുള്ള അർഹതയുണ്ട്. ഇപ്പോൾ 70 വയസ്സായിട്ടല്ല റിട്ടയർ ആവുന്നതെങ്കിൽ 3 വർഷം കാലാവധി കഴിഞ്ഞ് റിട്ടയർ ആവുക, 70 വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ പുനർനിയമനത്തിന് അർഹതയുണ്ട്. വകുപ്പ് 7.1 പ്രകാരം ചെയർപേഴ്സന്റെ മരണം, രാജി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അദ്ദേഹത്തിന്റെ തസ്തികയിൽ ഒഴിവുണ്ടായാൽ പുതിയ ചെയർപേഴ്സണെ നിയമിക്കുന്നതുവരെ ആ ഒഴിവ് നികത്താനായി രാഷ്ട്രപതിക്ക് അംഗങ്ങളിൽ ഒരാളെ വിജ്ഞാപനത്തിലൂടെ ചെയർപേഴ്സണായി നിയമിക്കാം. അപ്പോൾ വകുപ്പ് 7.1 പ്രകാരം ചെയർപേഴ്സന്റെ മരണം, രാജി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അദ്ദേഹത്തിന്റെ തസ്തികയിൽ ഒഴിവുണ്ടായാൽ പുതിയ ചെയർപേഴ്സണെ നിയമിക്കുന്നതുവരെ ആ ഒഴിവ് നികത്താനായിട്ട് രാഷ്ട്രപതിക്ക് അംഗങ്ങളിൽ ഒരാളെ വിജ്ഞാപനത്തിലൂടെ ചെയർപേഴ്സണായി നിയമിക്കാം. ഇത് പറയുന്ന വകുപ്പാണ് വകുപ്പ് 7.1. അത് നമുക്ക് ഒന്നും കൂടി നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. മനുഷ്യാവകാശ നിയമത്തിലെ വകുപ്പ് 5(2) പ്രകാരം ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള കാര്യങ്ങൾ പെരുമാറ്റ ദൂഷ്യം, കഴിവില്ലായ്മ, അതായത് നമുക്ക് പാപ്പരായി വിധിച്ചാലൊക്കെ നീക്കം ചെയ്യാം. നമ്മൾ വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ്റെ കാര്യങ്ങൾ നീക്കം ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതുപോലുള്ള കാര്യങ്ങൾ. പക്ഷേ അത് സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കണം. സുപ്രീം കോടതി അന്വേഷിച്ച് അത് സത്യമാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ രാഷ്ട്രപതിക്ക് അവരെ നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളൂ. ചെയർപേഴ്സണും മറ്റ് അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മറ്റ് അംഗങ്ങളുടെയും ഉദ്യോഗ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 2019 ഭേദഗതിക്ക് മുമ്പ് 5 വർഷമായിരുന്നു ഇവരുടെ കാലാവധി. അത് ഭേദഗതിക്ക് ശേഷം 3 വർഷം 70 വയസ്സാക്കി. ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഉദ്യോഗ കാലാവധിയുമായി ബന്ധപ്പെട്ട വകുപ്പ് 6 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഉദ്യോഗ കാലാവധിയുമായി ബന്ധപ്പെട്ട വകുപ്പാണ് വകുപ്പ് 6. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി അവസാനിക്കുമ്പോൾ അവർ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പദവികളൊന്നും വഹിക്കാൻ അർഹരല്ല. അതായത് ഇപ്പോൾ ഇവർ ഇതിന് റിട്ടയർമെന്റ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു വകുപ്പിലും ജോലി ചെയ്യാനുള്ള അർഹതയില്ല എന്നാണ് പറയുന്നത്. മറ്റേ 70 വയസ്സ് ആവാതെ കാലാവധി കഴിഞ്ഞ് റിട്ടയർ ആവുകയാണ്, 70 വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ തന്നെ നിയമനത്തിനുള്ള അർഹതയുണ്ട്. വകുപ്പ് 7.1 പ്രകാരം ചെയർപേഴ്സന്റെ മരണം, രാജി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അദ്ദേഹത്തിന്റെ തസ്തികയിൽ ഒഴിവുണ്ടായാൽ പുതിയ ചെയർപേഴ്സണെ നിയമിക്കുന്നതുവരെ ആ ഒഴിവ് നികത്താനായി രാഷ്ട്രപതിക്ക് അംഗങ്ങളിൽ ഒരാളെ വിജ്ഞാപനത്തിലൂടെ ചെയർപേഴ്സണായി നിയമിക്കാം. അപ്പോൾ ഈ വകുപ്പ് 7.1 ഈ കാര്യം പറയുന്നത്. അടുത്തത്, ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് അരുൺ കുമാർ മിശ്രയാണ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ റീസെൻ്റായിട്ട് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRC എന്ന ഷോർട്ട് ഫോമിൽ കൊടുക്കാം. NHRCയുടെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിക്കാം. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ കമ്മീഷൻ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനായിട്ടുണ്ടായിരുന്നത് ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. അപ്പോൾ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ആദ്യ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ച ആദ്യത്തെ കേരളീയനാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ച ആദ്യത്തെ കേരളീയനാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായത് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ ആദ്യ മലയാളിയുമാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ ആയിരുന്നത് ജസ്റ്റിസ് MN വെങ്കടചലയ്യ. അപ്പോൾ ഫസ്റ്റ് ചെയർമാൻ രംഗനാഥ മിശ്രയായിരുന്നു. സെക്കൻഡ് ചെയർമാൻ MN വെങ്കടചലയ്യ. മലയാളിയായ ചെയർമാനായിരുന്നത് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗമായത്. പിന്നെ ഇപ്പോഴത്തെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ഇനി കമ്മീഷനിലെ മറ്റു ഉദ്യോഗസ്ഥർ ആരൊക്കെ നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ സെക്രട്ടറിയുടെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ ആയിരിക്കും. പോലീസ് ഡയറക്ടർ ജനറൽ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിന് കീഴിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെയും കമ്മീഷന്റെ ചുമതലകളുടെ കാര്യക്ഷമമായ നിർവഹണത്തിന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്നു. കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾക്ക് വിധേയമായി കമ്മീഷന് ആവശ്യമെന്ന് കരുതാവുന്ന ഭരണപരവും സാങ്കേതികവും ശാസ്ത്രീയവുമായ സ്റ്റാഫുകളെ നിയമിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് അംഗങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞു. അതൊക്കെ അല്ലാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സെക്രട്ടറിയുടെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ ആയിരിക്കും. അതുപോലെ പോലീസ് ഡയറക്ടർ ജനറൽ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിന് കീഴിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെയും കമ്മീഷന്റെ ചുമതലകളുടെ കാര്യക്ഷമമായ നിർവഹണത്തിന് കേന്ദ്ര സർക്കാർ നിയമിക്കും.
അപ്പോൾ എവിടെയെങ്കിലും മനുഷ്യാവകാശ ലംഘനം ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കേസൊക്കെ അന്വേഷിക്കാൻ നമുക്ക് പോലീസുകാർ വേണം. അപ്പോൾ അതിന് കമ്മീഷനിൽ തന്നെ പോലീസുകാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾക്ക് വിധേയമായി കമ്മീഷന് ആവശ്യമെന്ന് കരുതാവുന്ന ഭരണപരവും സാങ്കേതികവും ശാസ്ത്രീയവുമായ സ്റ്റാഫുകളെ നിയമിക്കാവുന്നതാണ്. കമ്മീഷന് ആവശ്യമുള്ള മേഖലകളിലെ എല്ലാത്തിനും സ്റ്റാഫ് നിയമിക്കാനുള്ള അവകാശം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാമിന് ചോദിക്കാം. അപ്പം ചുമതലകളൊക്കെ തന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ വരാം. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. ഇത് SCERT വരുന്ന സംഭവമാണ്. അതുകൊണ്ട് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. കമ്മീഷൻ്റെ ചുമതലകളെയും അധികാരങ്ങളെയും പ്രതിപാദിക്കുന്ന അധ്യായം 3 അധ്യായം 3 ഉൾപ്പെടുന്ന വകുപ്പുകൾ വകുപ്പ് 12 മുതൽ 16. അപ്പം ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ വകുപ്പ് 12 മുതൽ 16 അധ്യായം 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ച് പറയുന്നത്. എന്തെല്ലാം ചുമതലകളാണെന്ന് നോക്കാം. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക. ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക. മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക. അപ്പോൾ ചുമതലകൾ എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക. ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക. മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് താഴെ കൊടുത്തവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളല്ലാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിയേ തോന്നും ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിക്കുന്നതൊക്കെ എന്താ കമ്മീഷൻ്റെ ചുമതലയായിരിക്കും എന്നൊക്കെ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ചുമതലയാണെന്ന് ഓർത്ത് വയ്ക്കുക. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക. ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക. മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അവരുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് എല്ലാ വർഷവും കേന്ദ്ര സർക്കാരിന് മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിക്കണം. കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് 20 ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. കേന്ദ്ര സർക്കാരിന് വർഷം തോറും മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 20. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ SHRC. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം 5 അധ്യായം 5 ഉൾപ്പെടുന്ന വകുപ്പുകൾ 21 മുതൽ 29. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ അധ്യായം 5 എല്ലാ സംസ്ഥാനങ്ങളും ഒരു മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കണമെന്നതിനെ കുറിച്ച് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് 21 മുതൽ 29 വരെയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് 21. സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും നിയമനവുമായി ബന്ധപ്പെട്ട വകുപ്പ് 22. സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും നിയമനവുമായി ബന്ധപ്പെട്ട വകുപ്പ് 22. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. അപ്പോൾ വർഷം ഓർത്ത് വയ്ക്കുക. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നത്. അത് കഴിഞ്ഞിട്ട് 5 വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്. 1998 ഡിസംബർ 11. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 2019 ഭേദഗതിക്ക് മുൻപ് ഇത് 5 വർഷമായിരുന്നു. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 21. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളെ കുറിച്ച് പറയുന്നത്. അതിൽ വകുപ്പ് 21 മുതൽ 29 വരെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. വകുപ്പ് 21 ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഓരോ സംസ്ഥാനത്തും രൂപീകരിക്കണമെന്നതിനെക്കുറിച്ച് പറയുന്നത്. അതുപോലെ സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും നിയമനവുമായി ബന്ധപ്പെട്ട വകുപ്പ് 22.
അങ്ങനെ കേരള സംസ്ഥാനത്ത് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആര്? രാഷ്ട്രപതി. അപ്പോൾ ഇവിടെ കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഗവർണർ നിയമിക്കുന്നു, അതുപോലെ നീക്കം ചെയ്യുന്നതിനും ഗവർണർക്ക് അധികാരമുണ്ട് എന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാം. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വരാൻ സാധിക്കും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആര് എന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഗവർണർ ഓപ്ഷനിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഗവർണറല്ല, രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത്. നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. നിയമിക്കുന്നത് ഗവർണർ, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 2019 ഭേദഗതിക്ക് മുൻപ് 5 വർഷമായിരുന്നു. ഇവർ പുനർനിയമനത്തിന് അർഹരാണ്. എന്നാൽ സർക്കാരിന്റെ കീഴിൽ മറ്റൊരു ജോലിയും ചെയ്യാൻ സാധിക്കില്ല. അതിന് 70 വയസ്സായിട്ടില്ലെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ, ആ റിട്ടയർ ആയാലും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. 70 വയസ്സ് വരെ മാത്രം. അപ്പോൾ എന്നാൽ സർക്കാരിന്റെ കീഴിൽ മറ്റൊരു ജോലിയും അവർക്ക് പിന്നെ ചെയ്യാൻ പാടില്ല. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഏത് പദവി വഹിച്ച വ്യക്തിയായിരിക്കണം? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആവുന്നത്. പിന്നെ അംഗങ്ങൾ ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ചതോ ജില്ലാ ജഡ്ജിയായി 7 വർഷം സേവനമനുഷ്ഠിച്ച വ്യക്തിയോ ആയ ഒരംഗമാണ്. അപ്പോൾ വർഷം ഓർത്തുവയ്ക്കുക, 7 വർഷമാണ്. ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച വ്യക്തിയോ ജില്ലാ ജഡ്ജിയായി 7 വർഷം സേവനമനുഷ്ഠിച്ച വ്യക്തിയോ ആയിരിക്കണം ഒരംഗം. പിന്നെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രായോഗിക പരിജ്ഞാനമുള്ള ഒരംഗം. 3 അംഗങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണുള്ളത്. അപ്പോൾ ചെയർമാനും പിന്നെ ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയോ ആയി വിരമിച്ച 7 വർഷം സേവനമനുഷ്ഠിച്ച വ്യക്തിയോ ആയിരിക്കണം. പിന്നെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രായോഗിക പരിജ്ഞാനമുള്ള ഒരു അംഗം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും അടങ്ങുന്ന ഒരു ബഹുമുഖ സ്ഥാപനമാണ്. നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. മറ്റംഗങ്ങൾ ജുഡീഷ്യൽ അംഗം ശ്രീ കെ ബൈജുനാഥാണ്. അംഗം ശ്രീമതി വി ഗീത. പിന്നെ ഇപ്പോൾ ഒരു സെക്രട്ടറിയുണ്ട്, ശ്രീമതി സുചിത്ര കെയാണ് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ സെക്രട്ടറി. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ഇത് ഓർത്ത് വയ്ക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റേത് വി രാമസുബ്രഹ്മണ്യനായിരുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അലക്സാണ്ടർ തോമസ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം പരീത് പിള്ളയായിരുന്നു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം പരീത് പിള്ള. ആദ്യ കേരള മനുഷ്യാവകാശ കമ്മീഷനിലെ മറ്റംഗങ്ങൾ എസ് ബലരാമൻ, ടി കെ വിൽസൺ എന്നിവരായിരുന്നു. ആദ്യ കേരള മനുഷ്യാവകാശ കമ്മീഷനിലെ മറ്റംഗങ്ങൾ എസ് ബലരാമൻ, ടി കെ വിൽസൺ എന്നിവരായിരുന്നു. ജസ്റ്റിസ് എം പരീത് പിള്ളയായിരുന്നു ആദ്യ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പോലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തും ഒരു സമിതിയുണ്ട്. ആ സമിതിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. മറ്റംഗങ്ങൾ മുഖ്യമന്ത്രി, ചെയർമാനും സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവ്. കൂടാതെ ഒരു സംസ്ഥാനത്തിന് നിയമസമിതി ഉണ്ടെങ്കിൽ ആ സമിതിയുടെ ചെയർമാനും പ്രതിപക്ഷ നേതാവും കമ്മിറ്റിയുടെ അംഗങ്ങൾ ആയിരിക്കും. ആ സമിതിയുടെ ചെയർമാനും പ്രതിപക്ഷ നേതാവും കമ്മിറ്റിയുടെ അംഗങ്ങളായിരിക്കും. അപ്പോൾ മുഖ്യമന്ത്രി, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭാ പ്രതിപക്ഷ നേതാവ്. ഒരു സംസ്ഥാനത്ത് നിയമസമിതി ഉണ്ടെങ്കിൽ ആ സമിതിയുടെ ചെയർമാനും പ്രതിപക്ഷ നേതാവും കമ്മിറ്റിയുടെ അംഗങ്ങളായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സമിതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും രാജിയും നീക്കം ചെയ്യലും പ്രതിപാദിക്കുന്ന വകുപ്പ് 23 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധിയുമായി ബന്ധപ്പെട്ട വകുപ്പ് 24. കമ്മീഷനിലെ മറ്റു ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിൻ്റെ സെക്രട്ടറിയുടെ പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന കമ്മീഷന്റെ സെക്രട്ടറി ആയിരിക്കും. അതുപോലെ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ പദവിയിൽ താഴെയില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിന് കീഴിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെയും കമ്മീഷന്റെ ചുമതലകളുടെ കാര്യക്ഷമമായ നിർവഹണത്തിന് സംസ്ഥാന സർക്കാർ നിയമിക്കുന്നു. ഇത് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിൽ പറഞ്ഞ പോലെ തന്നെ സെക്രട്ടറി ഉണ്ടായിരിക്കും. സെക്രട്ടറി അതുപോലെ പോലീസ് ഇൻസ്പെക്ടറും അദ്ദേഹത്തിന് താഴെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരിക്കും കേസുകൾ അന്വേഷിക്കേണ്ട സമയത്ത് ആവശ്യത്തിന്. പിന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. ഇത് പ്രതിപാദിക്കുന്ന വകുപ്പ് 28. വകുപ്പ് 28 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനാണെന്ന് പറയുന്നത്. കമ്മീഷന്റെ ഈ വാർഷിക റിപ്പോർട്ടുകൾ സംസ്ഥാന നിയമസഭകൾക്ക് മുൻപാകെ വെക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇത് ക്വസ്റ്റ്യൻ വരാം. കേരള മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാന നിയമസഭയിൽ വെക്കുന്നത് ആരാണ്? അപ്പോൾ
നേരിട്ട് മനുഷ്യാവകാശ കമ്മീഷനല്ല വയ്ക്കുന്നത്, സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് മനുഷ്യാവകാശ കോടതികൾ. അധ്യായം 6 മനുഷ്യാവകാശ കോടതികളെക്കുറിച്ച് പറയുന്നത്. വകുപ്പുകൾ 30, 31. അപ്പോൾ മനുഷ്യാവകാശ കോടതികളെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 30 മനുഷ്യാവകാശ ലംഘനം വരുന്ന കുറ്റങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സമ്മതത്തോടു കൂടി ഓരോ ജില്ലയിലും ഒരു സെഷൻസ് കോടതിയെ മനുഷ്യാവകാശ കോടതിയായി വിജ്ഞാപനം വഴി നിർദ്ദേശിക്കാവുന്നതാണ്. ഓരോ മനുഷ്യാവകാശ കോടതിക്കും സംസ്ഥാന സർക്കാർ വിജ്ഞാപനത്തിലൂടെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ 7 വർഷത്തിൽ കുറയാതെ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയെ ആ കോടതിയിൽ കേസുകൾ നടത്തുന്ന ആവശ്യത്തിന് ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കുകയോ ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന വകുപ്പ് 31. അപ്പോൾ വകുപ്പ് 30 മനുഷ്യാവകാശ കോടതി വേണമെന്നും 31 അതിനൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്നും പറയുന്നു. അപ്പോൾ മനുഷ്യാവകാശ ലംഘനം വരുന്ന കുറ്റങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനായിട്ട് ഒരു സ്പെഷ്യൽ കോടതി, അതായത് മനുഷ്യാവകാശ കോടതി ഓരോ സെഷൻസ് കോർട്ടിനെയും ആ കോടതിയാക്കി മാറ്റിയിട്ട് അവിടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിക്കണമെന്നാണ് പറയുന്നത്. അടുത്തത് മനുഷ്യാവകാശ ലംഘനമാവുന്നതായി ആരോപിക്കപ്പെട്ട പ്രവൃത്തി ചെയ്തതു മുതൽ 1 വർഷം കഴിഞ്ഞുള്ള പരാതികളിൽ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ അധികാരമില്ല. അപ്പോൾ ഒരു മനുഷ്യാവകാശ പ്രശ്നം നടന്നു, അപ്പോൾ ഒന്നും പരാതിപ്പെട്ടില്ല, 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നും ചെയ്യാൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയ്യാൻ പറ്റില്ല. അതും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് നമുക്ക് മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമം 2019. മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി ബിൽ 2019 ആഭ്യന്തരമന്ത്രി അമിത് ഷാ 2019 ജൂലൈ 8 ലോകസഭയിൽ അവതരിപ്പിച്ചു. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമം 2019 വന്നത്. ആ ബില്ല് അവതരിപ്പിച്ചത് അമിത് ഷാ ആണ്. 2019 ജൂലൈ 8 ലോകസഭയിൽ അവതരിപ്പിച്ചത്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ് ഭേദഗതി ചെയ്തത്. അപ്പോൾ വകുപ്പ് 2, 3, 6, 21, 24 എന്നിവയിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. വകുപ്പ് 2, 3, 6, 21, 24 എന്നിവയിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി ലോകസഭ പാസാക്കിയത് 2019 ജൂലൈ 19 2019 ജൂലൈ 8 അമിത് ഷാ അവതരിപ്പിച്ച ബില്ല് പാസ്സാവുന്നത് 2019 ജൂലൈ 19 രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 22 പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ജൂലൈ 27 നിയമം നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 2 അപ്പോൾ ഭേദഗതിയിലൂടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1993 നിയമപ്രകാരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഈ ഭേദഗതി പ്രകാരം നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരുന്ന ഒരാൾക്ക് കമ്മീഷന്റെ ചെയർമാനാകാമെന്ന് വ്യവസ്ഥ ചെയ്തു. അപ്പോൾ 1993 ഈ 2019 ഭേദഗതി വരുന്നവരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിക്ക് മാത്രമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാവാനുള്ള യോഗ്യത ഉണ്ടായിരുന്നത്. അപ്പോൾ 2019 ഭേദഗതി വന്നതിന് ശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയാലും വേണ്ടില്ല, സുപ്രീം കോടതി ജഡ്ജി ആയാലും വേണ്ടില്ല എന്നൊരു വ്യവസ്ഥ വന്നു. അവർക്ക് 2 പേർക്കായാലും കമ്മീഷന്റെ ചെയർമാനാകാം. അടുത്തത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അറിവുള്ള 2 പേരെ കമ്മീഷനിൽ അംഗങ്ങളായി നിയമിക്കാൻ 1993 നിയമത്തിൽ പറയുന്നു. അപ്പോൾ 2 പേരെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അറിവുള്ള 2 പേരെ കമ്മീഷനിൽ അംഗങ്ങളായി നിയമിക്കാനാണ് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം പറഞ്ഞത്. ഭേദഗതി പ്രകാരം 3 അംഗങ്ങളെ നിയമിക്കാമെന്നും അതിൽ ഒരാൾ സ്ത്രീ ആയിരിക്കണമെന്നും പറയുന്നു. അപ്പോൾ 3 അംഗങ്ങൾ വേണമെന്നും അതിലൊരാൾ സ്ത്രീ ആയിരിക്കണമെന്ന് 2019 ഭേദഗതി പ്രകാരമാണ് പറഞ്ഞത്. 1993 നിയമപ്രകാരം ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ തുടങ്ങിയ വിവിധ കമ്മീഷനുകളുടെ അധ്യക്ഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളാണ്. 1993 നിയമപ്രകാരം 7 എക്സ് ഓഫീഷ്യോ ചെയർമാൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അതിൽ 4 എക്സ് ഓഫീഷ്യോ ചെയർമാൻമാർ മാത്രമായിരുന്നു 2019 ഭേദഗതി വരെ ഉണ്ടായിരുന്നത്. അവരെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ എന്നിവരാണ് 4 അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2019 ഭേദഗതിയോടെ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ എന്നിവയിലെ അധ്യക്ഷന്മാരെ കൂടി മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളായി ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇവരാണ് 7 എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ. അപ്പോൾ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ എന്നിവരെ കൂടി ഇതിൽ അംഗങ്ങളാക്കി. അപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ 2019 ഭേദഗതിയിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ എക്സ് ഓഫീഷ്യോ അംഗങ്ങളായി തീർന്നവർ ആരെല്ലാം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരാം. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ഇവർ 3 മറ്റേ 4 ആദ്യം 1993
നിയമത്തിൽ ഉണ്ടായിരുന്നതാണ്. ഭേദഗതിയിലൂടെ വന്നത് ഈ 3 കമ്മീഷനുകളാണ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ. അത് ഓർത്ത് വയ്ക്കുക, ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് 1993 ആക്ട് പ്രകാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ 2019 ഭേദഗതി പ്രകാരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ഹൈക്കോടതി ജഡ്ജിയോ ആയിരുന്ന ഒരാൾക്ക് കമ്മീഷൻ ചെയർപേഴ്സൺ ആകാം. ദേശീയ കമ്മീഷന്റെ കാര്യം പറഞ്ഞ പോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആവാം. 2019 ഭേദഗതി വരെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആവാനുള്ള അർഹതയുണ്ടായിരുന്നുള്ളൂ. ഭേദഗതിക്ക് ശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ഹൈക്കോടതി വിരമിച്ച ഹൈക്കോടതി ജഡ്ജിക്കോ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാകാം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് കാലാവധി. 1993 നിയമപ്രകാരം കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളിലെ ചെയർപേഴ്സണും അംഗങ്ങളും 5 വർഷമോ 70 വയസ്സ് വരെയോ ഏത് ആദ്യം വരുന്നുവോ അതുവരെ ആ പദവിയിൽ തുടരാമെന്ന് പറയുന്നു. 2019 ഭേദഗതി പ്രകാരം കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ എന്നാക്കി. അതുകൂടാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾക്ക് 70 വയസ്സായിട്ടില്ലെങ്കിൽ അവർ പുനർനിയമനത്തിന് അർഹരാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയും അംഗങ്ങൾ സർക്കാരിന്റെ മറ്റു പദവികൾ ഒന്നും വഹിക്കാൻ അർഹരല്ല എന്നും ഭേദഗതിയിൽ പറയുന്നു. അപ്പോൾ കാലാവധി 5 വർഷം 70 വയസ്സുണ്ടായിരുന്നത് 3 വർഷം 70 വയസ്സാക്കി. അത് 70 വയസ്സായിട്ടില്ലെങ്കിൽ അവർ പുനർനിയമനത്തിന് അർഹരാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയും അംഗങ്ങൾ സർക്കാരിന്റെ മറ്റു പദവികളൊന്നും വഹിക്കാൻ അർഹരല്ല എന്നും ഭേദഗതിയിൽ പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ PDF ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഇവ എല്ലാവരും നന്നായിട്ട് തയ്യാറെടുക്കാം. ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ. ഓക്കെ, താങ്ക് യു.